ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ 2 or more banks under a single ബാങ്ക് ഹോൾഡിംഗ് കമ്പനി. ഇതാണ് ഏതെന്ന് പറയുന്നത് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ബാങ്കിങ്ങിലെ രണ്ടോ അതിലധികമോ ബാങ്കുകളെ ഒരു ഹോൾഡിംഗ് കമ്പനിയായ ബാങ്ക് ഹോൾഡ് ചെയ്തിരിക്കും. അതാണ് ഏതെന്ന് പറയുന്നത് ഗ്രൂപ്പ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും. അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലാണ് രണ്ടോ അതിലധികമോ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഫങ്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? എന്ന് പറഞ്ഞാൽ ഈ രണ്ടോ അതിലധികമോ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ അവര് അഫിലിയേറ്റഡ് ബാങ്കുകളായിരിക്കും. ഈ അഫിലിയേറ്റഡ് ബാങ്കുകൾക്ക് സെപ്പറേറ്റ് നിലനിൽപ്പുണ്ടായിരിക്കും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, സെപ്പറേറ്റ് ഓഫീസ് ഉണ്ടായിരിക്കും. അവര് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആണ്. പക്ഷെ അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. അവരൊരു ഹോൾഡിംഗ് കമ്പനിയുടെ കൺട്രോളിലായിരിക്കും എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് ബാങ്കിങ്ങിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഗ്രൂപ്പ് ബാങ്കിങ് എന്താണെന്ന് ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ കീഴിലായിരിക്കും രണ്ടോ അതിലധികമോ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന രണ്ടോ അതിലധികമോ ബാങ്കുകൾക്ക് സെപ്പറേറ്റ് നിലനിൽപ്പും സെപ്പറേറ്റ് ക്യാപിറ്റലും ഓഫീസും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ആ ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും ഇവരുടെ ഫങ്ഷൻസിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്.